ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സെൽ യൂസിംഗ് ഫോട്ടോവോൾട്ടായിക് എഫക്ട് ഈസ് ഫോട്ടോവോൾട്ടായിക് എഫക്ട് യൂസ് ചെയ്യുന്ന സെൽ ഏതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സോളാർ സെല്ലാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോളാർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതായത് ലൈറ്റ് എനർജിയെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഡ്രൈ സെൽ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സെല്ലാണ്. ആ പ്രോസസ് എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ റിയാക്ഷന്റെ ബേസിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് ലെഡ് ആസിഡ് സെല്ലാണ്. ഇതും നമുക്ക് എന്ത് പറയാം? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് റെഡോക്സ് റിയാക്ഷന്റെ എഫക്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്നത്. റെഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് ലെഡ് ഓക്സൈഡ് അതേപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ ഇടയിലാണ്. അങ്ങനെയുള്ള പ്രോസസ്സ് കാരണം നമ്മുടെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലാണ് ലെഡ് ആസിഡ് സെല്ല്. അടുത്തത് സെക്കൻഡറി സെല്ലാണ്. സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് റീചാർജബിൾ ആണ്. അതേപോലെ തന്നെ രണ്ട് പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കുന്നുണ്ട്. അതായത് റീചാർജിങ് പ്രോസസ്സിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റും. അതേപോലെ ഡിസ്ചാർജിങ് പ്രോസസ്സിൽ എന്താക്കും? നേരെ തിരിച്ച് കെമിക്കൽ ടു ഇലക്ട്രിക്കൽ ആക്കും. അതാണ് സെക്കൻഡറി സെൽ. ഇവിടെ സോളാർ സെല്ലാണ്. കാരണം ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന സെല്ല് സോളാർ സെല്ലാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the gauges that uses electrical devices for measuring pressure മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ഗേജസ് ഏതൊക്കെയാണ്? ഇവിടെ തെർമോ കപ്പിൾ ഗേജ് പറയുന്നുണ്ട്, പിരാനി ഗേജ് പറയുന്നുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. ഈ ടൈപ്പ് ഗേജസിൽ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സെൻസേഴ്സ് ആയിട്ടുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് സ്ട്രെയിൻ ഗേജ്, പീസോ ഇലക്ട്രിക് സെൻസേഴ്സ്, ഇതെല്ലാം പ്രഷറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ്. അതാണ് ഇവിടുത്തെ പ്രോസസ്സ് നടക്കുന്നത്. തെർമോകപ്പിൾ ഗേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ വാക്വം എൻവയോൺമെന്റിലെ പ്രഷറിനെ മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്നൊരു പ്രിൻസിപ്പളിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ തെർമോകപ്പിൾ ഗേജ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പിരാനി ഗേജിന്റെ കേസിൽ അതും എന്താണ്? ലോ പ്രഷർ മെഷർമെന്റ്, വാക്വം ഗേജ് യൂസ്ഡ് ടു മെഷർ ലോ പ്രഷർ തന്നെയാണ്. ഇവിടെ പക്ഷെ എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ഗ്യാസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഗ്യാസ് എന്ത് ചെയ്യുന്നു? അതിന്റെ ഒരു ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്താണ് ഇവിടെ നമ്മുടെ പ്രഷർ മെഷറിംഗ് നടക്കുന്നത്. സോ ഇവിടെ ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഷാഫ്റ്റ് എൻകോഡർ ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതെന്ന് പറയുന്നത് ഒരു സെൻസർ ആണ് ദാറ്റ് ട്രാക്സ് ദ പൊസിഷൻ, സ്പീഡ്, ഡയറക്ഷൻ ആൻഡ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ഓക്കെ, അതായത് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന്റെ പൊസിഷൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഡയറക്ഷൻ, സ്പീഡ്, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. LVDT എന്ന് പറയുന്നത് എന്താണ്? LVDT എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റിനെയാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് ഷാഫ്റ്റ് എൻകോഡർ ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് LVDT യൂസ് ചെയ്യുന്നു. സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡീഫോർമേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അണ്ടർ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് സ്ട്രെയിൻ. അതിനെ മെഷർ ചെയ്യാനാണ് സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. അനിമോമീറ്റർ എന്ന് പറയുന്നത് വിൻഡിന്റെ സ്പീഡ്, അതേപോലെ ചില സമയങ്ങളിൽ വിൻഡിന്റെ പ്രഷർ, വിൻഡിന്റെ സ്പീഡ്, പ്രഷർ, അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ LVDT ഔട്ട്പുട്ട് വോൾട്ടേജ്, LVDTയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. വേരി അൺഈക്വലി ഡിപ്പെൻഡിങ് ഓൺ ദ കോർ പൊസിഷൻ.
ഈ LVDT എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ഇത് മെഷർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഒരു പ്രൈമറി ഉണ്ടാവും. ഇങ്ങനെയാണ് ആ ഒരു പ്രൈമറി സെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കാം. ഇത് പ്രൈമറി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കോർ ഉണ്ടാവും മിഡിലില്. ഇതാണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡറി ഉണ്ടാവും. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെക്കൻഡറി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് സെക്കൻഡറിയുടെ ഈ ഫസ്റ്റ് പാർട്ടിന് അക്രോസ് ഒരു V1 ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ഒരു V2 ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ആണ് കിട്ടുക. അപ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? V1 മൈനസ് V2 ആണ്. ഓക്കെ, ഇവിടെ LVDTയുടെ കോർ ഒരു മാഗ്നറ്റിക് കമ്പോണന്റ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മൂവിങ് ലീനിയർലി വിത്തിൻ the coil assembly, the movement alters the magnetic field റിസൾട്ടിങ് ഇൻ ടു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്. അതായത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നു? ഈ മൂവ്മെന്റിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണിത്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി അൺഈക്വലി ഡിപ്പെൻഡിങ് ഓൺ ദ കോർ പൊസിഷൻ. ഓക്കെ, ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് ഈ സെക്കൻഡറിയിലെ V1 മൈനസ് V2 ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഡ് സെൽ മേക്ക് യൂസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്? ലോഡ് സെല്ലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ലോഡ് സെല്ല് ഓപ്ഷൻ നോക്കാം. ടെൻസൈൽ സ്ട്രെയിൻ ഗേജിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കംപ്രസീവ് സ്ട്രെയിൻ ഗേജിനെയും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സി ബോത്ത് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെയിൻ എന്നാണ് ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ലോഡ് സെൽ എന്ന് പറഞ്ഞ എന്താണ്? ലോഡ് സെൽ എന്ന് പറയുന്നത് ഫോഴ്സ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. മെഷറിംഗ് ഫോഴ്സ് ആണ്. അതേപോലെ ഒരു ഈ ഗേജിൽ ഒരു എന്തുണ്ടാവും? ഇലാസ്റ്റിക് മെമ്പർ ഉണ്ടാവും. ആ ഇലാസ്റ്റിക് മെമ്പറിന്റെ ഡീഫോർമേഷന്റെ അനുസരിച്ചിട്ടാണ് ഇവിടെ ടെൻഷനും കംപ്രഷനും ഉണ്ടാവുന്നത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിങ് ഫോഴ്സ് ആണ്. അതേപോലെ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പുഷിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ ഈ രണ്ടിന്റെയും ചേഞ്ചിങ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിലെ ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റുക. ഈ ചേഞ്ചിങ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ കൺവേർട്ടഡ് ടു ഫോഴ്സ് ആക്കും. അങ്ങനെ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ടിലെ ഫോഴ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഇവിടെ ലോഡ് സെൽ എന്ന് പറയുന്നത് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെയിൻ ഗേജിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഡ് സെൽ കൺവേർട്സ്. നമ്മൾ പറഞ്ഞു ലോഡ് സെൽ എന്താണ്? ഫോഴ്സിനെ സ്ട്രെയിൻ ആക്കിയും കൺവേർട്ട് ചെയ്യാറുണ്ട്, ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റ് ആക്കിയും കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഫോഴ്സ് ടു സ്ട്രെയിൻ ആൻഡ് ഫോഴ്സ് ടു ഡിസ്പ്ലേസ്മെന്റ്, എയും ബിയും കറക്റ്റ് ആണ്. അതേപോലെ ഡിയും കറക്റ്റ് ആണ്. ഡി ആണ് കുറെ കൂടെ ആക്യുറേറ്റ്. അതായത് ഫോഴ്സ് ടു സ്ട്രെയിനെയും ഫോഴ്സ് ടു ഡിസ്പ്ലേസ്മെന്റിനെയും രണ്ടും കൺവേർഷൻ നടക്കുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, as the temperature increases, the thermal conductivity of a gas. Thermal conductivity of a gas എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിയാൽ കൂടും. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇൻക്രീസ് ആണ് വരുന്നത്. കാരണം ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഹൈ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസിന്റെ കൈനറ്റിക് എനർജി ഹൈ ആണ്. ആ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനനുസരിച്ച് പിന്നെയും കൂടും. അപ്പോ റിസൾട്ടിങ് മോർ ഫ്രീക്വന്റ് ആൻഡ് എനർജറ്റിക് കൊളിഷൻ. അവിടുത്തെ കൊളിഷൻ കുറെ കൂടെ ഫാസ്റ്റ് ആവും. അങ്ങനെ ഫാസ്റ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? എൻഹാൻസിങ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് പിന്നെയും കൂടും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിയാൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്യാസിന്റെ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചേഞ്ചസ് ഇൻ റെസിസ്റ്റൻസ് on application of strain in a semiconductor strain gauge. Okay, the changes in resistance on application of strain in a semiconductor strain gauge എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഈസ് മച്ച് ഹയർ ദാൻ ഇൻ മെറ്റൽ ഗേജ് ആൻഡ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി. അതായത് ഇവിടെ പറയുന്നത് ഇത് നടക്കുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഓക്കെ, പീസോ ഇലക്ട്രിക് എഫക്റ്റ് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അത് ഇൻവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി കൊണ്ടാണ്. ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റിയാണ് അവിടുത്തെ മെയിൻ ഫാക്ടർ ആയിട്ട് പറയാൻ പറ്റുക. അതായത് സെമി കണ്ടക്ടർ എക്സിബിറ്റ് ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ടു ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മുടെ എന്താണ് സെമി കണ്ടക്ടർ പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്. ഗ്രേറ്റർ സെൻസിറ്റീവ് ടു റെസിസ്റ്റിവിറ്റി ആണ് കമ്പയർഡ് ടു മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ
കുറെ കൂടെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈസ് മച്ച് ഹയർ ദാൻ ഇൻ മെറ്റൽ സ്ട്രെയിൻ ഗേജ് ആൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി. മനസ്സിലായില്ലേ? ഓപ്ഷൻ ബി ആണ് അതുകൊണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. റെസിസ്റ്റൻസ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് സ്ട്രെയിൻ ഇൻ എ സെമി കണ്ടക്ടർ ഗേജ് ഈസ് മച്ച് ഹയർ ദാൻ. മെറ്റലിനേക്കാളും സെമി കണ്ടക്ടർ ഗേജിലായിരിക്കാം നമ്മുടെ റെസിസ്റ്റിവിറ്റി കൊണ്ടുണ്ടാവുന്ന എഫക്ട് കൂടുതലായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ RTD, ഇവിടെ പറയുന്നത് RTDയുടെ കേസാണ്. RTD എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ്. അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്റ്റില് ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് റൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ റൈസ്. RTDയിലെ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത് ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആറ്റം വിത്തിൻ ദ മെറ്റൽ വയർ, അതായത് ഇവിടെ ഒരു മെറ്റൽ വയർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കോമൺ ആയിട്ടും പ്ലാറ്റിനം വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് RTDയിൽ. ഈ പ്ലാറ്റിനം വയേഴ്സിലെ ഈ ആറ്റം വിത്തിൻ ദ മെറ്റൽ വയർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പ്ലാറ്റിനം മെറ്റൽ വയറിനുള്ളിലുള്ള നമ്മുടെ ആറ്റംസ് കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ആക്ട് ആസ് ക്വെഞ്ചിങ് ഗ്യാസ് ഇൻ ഗീഗർ മുള്ളർ കൗണ്ടർ. ഇവിടെ ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ പറ്റി പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കുക. നമുക്കറിയാം ഒരു ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് എന്താണ്? റേഡിയേഷൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് മെഷർ അയോണൈസിങ് റേഡിയേഷൻസ്. അതായത് ഒരു ഗ്യാസ് ഫിൽഡ് ട്യൂബ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? ഈ ഒരു ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടാവും. അങ്ങനെ ഒരു മെക്കാനിസം ആണ് ഗീഗർ മുള്ളർ കൗണ്ടറിലുള്ളത്. അത് യൂസ് ചെയ്തിട്ട് ആൽഫ, ബീറ്റ, ഗാമ ഈ തരത്തിലുള്ള റേസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നു. അതിന്റെയൊക്കെ ഒരു പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന ക്വെഞ്ചിങ് ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും ആൽക്കഹോൾ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ആൽക്കഹോൾ ആണ്. ഇത് ആൽക്കഹോൾ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ടു പ്രിവെന്റ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് ആൻഡ് എനേബിൾ ദ ട്യൂബ് ടു ക്വിക്ലി റീസെറ്റ് ഫോർ ദ നെക്സ്റ്റ് അയണൈസേഷൻ ഇവന്റ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആൽക്കഹോൾ ആയിട്ട് ഉള്ള ഗ്യാസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ലോ മേക്സ് ഇറ്റ് പോസിബിൾ ടു യൂസ് എക്സ്റ്റൻഷൻ വയേഴ്സ് ഓഫ് എ മെറ്റൽ ഡിഫറെന്റ് ഫ്രം ദ മെറ്റൽ യൂസ്ഡ് ഇൻ എ തെർമോകപ്പിൾ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെർമോകപ്പിളിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ഉണ്ട്. തെർമോകപ്പിളിന്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു ലോ ഉണ്ട്. ആ ലോ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് ആ ലോ? ലോ ഓഫ് ഇന്റർമീഡിയറ്റ് മെറ്റൽ എന്നാണ്. ലോ ഓഫ് ഇന്റർമീഡിയറ്റ് മെറ്റൽ എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു തേർഡ് മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തേർഡ് മെറ്റലിനെ നമുക്ക് എന്തെന്നും പറയാം? ഇന്റർമീഡിയറ്റ് കണ്ടക്ടർ എന്നും പറയാം. ഇന്റർമീഡിയറ്റ് കണ്ടക്ടർ എന്ന് പറയാം. അങ്ങനെ ഒരു കണ്ടക്ടർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഓവറോൾ ജനറേറ്റഡ് EMF ബൈ തെർമോകപ്പിളിനെ അത് അഫക്ട് ചെയ്യില്ല. ഓക്കെ, ഒരു തേർഡ് മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ EMFനെ, ഔട്ട്പുട്ടിൽ വരുന്ന EMFനെ അത് അഫക്ട് ചെയ്യില്ല. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ദ ജംഗ്ഷൻ വിത്ത് ദ തേർഡ് മെറ്റൽ ആർ അറ്റ് ദ സെയിം ടെമ്പറേച്ചറിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓവറോൾ EMFനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളൊരു ലോ ആണ് എന്ത്? ലോ ഓഫ് ഇന്റർമീഡിയറ്റ് മെറ്റൽ. അതിന്റെ യൂസ് വരുന്നത് ഈ ലോ കാരണം എന്തുണ്ടാവുന്നു? ഇത് ഒരു ക്രൂഷ്യൽ പ്രാക്ടിക്കൽ തെർമോകപ്പിൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഇവിടെ പറയുന്നു, ക്വസ്റ്റ്യനിൽ പറയും പോലെ തന്നെ എക്സ്റ്റൻഷൻ വയേഴ്സ് ഓഫ് മെറ്റൽ ഡിഫറെന്റ് ഫ്രം ദ മെറ്റൽ യൂസ്ഡ് ഫോർ തെർമോകപ്പിൾ ആവാൻ കാരണം ഇതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ട് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ സോൾഡറിംഗ് ഒക്കെ പോസിബിൾ ആവാൻ പറ്റും. സോൾഡറിംഗ് ഒരു വിത്തൗട്ട് ഓൾട്ടറിംഗ് ദ തെർമോകപ്പിൾ ഔട്ട്പുട്ട്, തെർമോകപ്പിളിന്റെ ഔട്ട്പുട്ടിനെ ബാധിക്കാത്ത തരത്തിൽ അവിടെ നമുക്ക് സോൾഡറിംഗും ഒക്കെ പോസിബിൾ ആക്കുന്നത് നമ്മുടെ ലോ ഓഫ് ഇന്റർമീഡിയറ്റ് മെറ്റൽ എന്ന് പറയുന്ന ഒരു ലോയുടെ ബേസിലാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.